നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ്. 4ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമായ ക്ലാസ്സാണ് ഈ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്. ക്ലാസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളത് ചെറിയ നോട്ട്സായിട്ട് എഴുതി വയ്ക്കുന്നത് ഓർമ്മയിലിരിക്കാൻ വളരെയധികം പ്രയോജനം ചെയ്യും. ആദ്യത്തെ ഭാഗമായ പാർട്സ് ഓഫ് സ്പീച്ചാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച്, അതായത് വേർഡ്സുകൾ കൊണ്ടാണ് സെൻറ്റൻസ് ഉണ്ടാകുന്നത്, അതായത് വാക്കുകൾ കൊണ്ടാണ് സെൻറ്റൻസസ് ഉണ്ടാകുന്നത്. ഈ സെൻറ്റൻസിനകത്ത് വേർഡ്സിന് ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മം അനുസരിച്ച് ഈ പാർട്സിനെ 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് are categories that classify words based on their function in a sentence. They help us understand how words relate to each other and how sentences are structured. Each part of speech plays a specific role, such as naming, describing or showing action. ഇതെല്ലാം തന്നെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഡെഫിനിഷൻസ് ആണ്. ഇതൊന്നും പഠിക്കണമെന്നില്ല, മനസ്സിലാക്കി വെക്കുക, അത്ര തന്നെ. അടുത്തതായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് പഠിക്കാം. മെയിനായിട്ടും 8 എണ്ണമാണ് പാർട്സ് ഓഫ് സ്പീച്ച് ഉള്ളത്. അത് ഞാൻ വായിക്കാം. നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഒന്നുകൂടി വായിക്കാം. നൗൺ, പ്രോനൗൺ, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇനി ഓരോ പാർട്ടും നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് നൗൺ. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പേരായ ശബ്ദം. നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ പ്ലേസ് ഓർ എ തിങ്. അതായത് ഒരു വ്യക്തിയുടെ പേരാകാം, അത് പേഴ്സൺ, പ്ലേസ് സ്ഥലത്തിൻ്റെ പേരാകാം, ഓർ എ തിങ്. എക്സാമ്പിൾ, രാജഗോപാൽ ഈസ് എ ബ്രില്യൻറ്റ് സ്പീക്കർ. ഇവിടെ രാജഗോപാൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, അതായത് നൗൺ. അടുത്തത്, ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ദാറ്റ് മീൻസ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന നൗണാണ്. തേർഡ് വൺ, ദ ബലൂൺ ഈസ് മെയ്ഡ് ഓഫ് റബ്ബർ. ബലൂൺ നിർമ്മിച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ടാണ്. ബലൂൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണാണ്, ഒരു വസ്തുവിൻ്റെ പേരാണ്. മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത്, പുസ്തകങ്ങളുമായിട്ട് പഠിച്ച് വായിക്കുന്ന സമയത്ത് അതിനകത്ത് നൗൺ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ അതിനകത്തുനിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോനൗൺ. പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യങ്ങളായ പദങ്ങളെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് ഹി, ഷീ, ദേ, ഇറ്റ്, ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫോംസ് ഹിസ്, ഹിം, ഹെർ, എക്സെട്ര. ഹരി സെഡ് ദാറ്റ് ഹി വാസ് എ ഗുഡ് സ്വിമ്മർ. ഹരി പറയുന്നു അവൻ ഒരു നല്ല സ്വിമ്മറായിരുന്നു എന്ന്. അതായത് ഹരി എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടുത്ത പാർട്ടിൽ അത് ഹി എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് ഹി എന്ന് പറയുന്നത് തന്നെയാണ് ഹരി. അപ്പോൾ ഹരിക്ക് പകരം ഹി ഉപയോഗിച്ചു, അത് പ്രോനൗൺ. ഇൻ ദ നെക്സ്റ്റ് സെൻറ്റൻസ്, വെൻ രാമു ഹിറ്റ് ദ ഡോഗ് ഇറ്റ് ബിറ്റ് ഹിം വിത്ത് ഹിറ്റ്സ് ഷാർപ്പ് ടീത്ത്. രാമു ഡോഗിനെ അടിച്ചപ്പോൾ അത്, അപ്പോൾ അവിടെ ഇങ്ങനെ ഡോഗിന് പകരമാണ് ഇറ്റ് യൂസ് ചെയ്തേക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇൻ ദ തേർഡ് സെൻറ്റൻസ്, ജയ ടോൾഡ് ഹെർ പേരൻസ് ദാറ്റ് ദേ ഷുഡ് കം ഓൺ ദെയർ വെക്കേഷൻ. ജയ അവളുടെ പേരൻസിനോട് പറഞ്ഞു അവരുടെ വെക്കേഷന് വരണം എന്ന്. അപ്പോൾ പേരൻസിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളാണ് ദേ ആൻഡ് ദെയർ. അപ്പോൾ ഇതിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതും നിങ്ങൾ നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് അത് പഠിക്കുക. വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോനൗൺസ് നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കാണാൻ പറ്റും.
അടുത്തതായിട്ട് പഠിക്കേണ്ടത് വേർബ്. വേർബ് ഈസ് എ ഡൂയിങ് വേർഡ്. അതായത് വേർഡ് ഡിസ്ക്രൈബ് ദ ആക്ഷൻ ഓർ കണ്ടീഷൻ ഓഫ് ദ സബ്ജക്റ്റ്. വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിൻ്റെ വേർഡാണ് വേർബ്. വേർബ് നമ്മുടെ ആക്ഷനെ പറയാം, അല്ലെങ്കിൽ കണ്ടീഷൻ, അതൊരു സബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്, കണ്ടീഷൻ എന്താണെന്ന് പറയുന്നതാണ് വേർബ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അത് സൺ ചെയ്യുന്ന ഒരു ഡൂയിങ് ആണ്. ദ തീഫ് ജംപ്ഡ് ഓവർ ദ വാൾ. തീഫ് ജംപ് ചെയ്തു. എന്ത് ചെയ്തു? തീഫ് എന്താ ചെയ്തത്? ജംപ് ഓവർ ദ വാളിൽ കൂടി ചാടി. പിന്നെ അതുപോലെ സെയിം തിങ് ആണ് ടീച്ചിങ്, ലിസണിങ്, വാച്ചിങ്. ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ വെർബ്. കമ്മിങ് ദ നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് നൗൺ ആൻഡ് പ്രൊനൗൺ, ദെൻ വെർബ്, then comes adjective. Words which qualify certain nouns or pronouns. That means they tells us something about the quality, number, etc. ഇതാണ് നൗണിനെ കുറിച്ച് ക്വാളിഫൈ ചെയ്ത് പറയുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമാക്കുന്ന ആ വാക്കുകളുണ്ടായിരിക്കും. അതിന് പറയുന്ന പേരാണ് adjective. സീത ഈസ് എ ക്ലെവർ ഗേൾ. സീത വളരെ ക്ലെവർ ആയിട്ടുള്ള ഗേളാണ്. അവിടെ ക്ലെവർ എന്ന് പറയുന്നതാണ് സീതയെക്കുറിച്ച് പറയുന്നത്. വളരെ ക്ലെവറാണ്. ക്ലെവർ മീൻസ് ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. അവന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ഇങ്ങനെ എന്താണ്? നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അത് വളരെ മനോഹരമാണ്. അത് അവിടെ പ്രോനൗൺ ആണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ദ സ്കൈ ഈസ് ബ്ലൂ. അവിടെ ഇങ്ങനെ കളറാണ് പറഞ്ഞേക്കുന്നത്. സ്കൈ ബ്ലൂ ആണെന്ന്. അപ്പം ഈ നൗൺ ഓർ പ്രോനൗണിനെ ക്വാളിഫൈ ചെയ്ത് പറയുന്ന ഇത്തരം വാക്കുകൾക്ക് പറയുന്ന പേരാണ് adjectives. ഓക്കെ. ദ നെക്സ്റ്റ് ഈസ് adverb. വേർബിനെ ക്വാളിഫൈ ചെയ്ത് പറയുന്നതിനാണ് adverb എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ വേർഡ്സ് വിച്ച് മോഡിഫൈസ് എ വെർബ്, an adjective or another adverb. അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ ഒരു ആഡ്വർബിനെ അല്ലെങ്കിൽ വേർബിനെ, മെയിനായിട്ടും വേർബിനെ മോഡിഫൈ ചെയ്ത് പറയുന്ന വാക്കാണ് adverb. ദീസ് ഷൂസ് ആർ പോളിഷ്ഡ് വെൽ. ഇവിടെ ഇങ്ങനെ ഷൂസ് വെൽ ആണെന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് പോളിഷ്ഡ്. ആ പോളിഷ്ഡ് എന്നുള്ള പ്രവൃത്തിയാണ് നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. പോളിഷ്ഡ് വെൽ. ഹി റൺസ് വെരി ഫാസ്റ്റ്. അവൻ വളരെ വേഗത്തിൽ ഓടി. അപ്പം അവനെക്കുറിച്ചല്ല പറയുന്നത്. ഹി റൺസ്, അവൻ ഓടുന്നു, വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നു. ഹി റൺസ് വെരി ഫാസ്റ്റ്. രവി സ്പീക്സ് ഫ്ലുവൻ്റ്ലി. രവി നന്നായിട്ട് സംസാരിക്കുന്നു. സ്പീക്സ് ഫ്ലുവൻ്റ്ലി. അവൻ സംസാരിക്കുന്നതാണ് ഫ്ലുവൻ്റായിട്ട്. ബേബി സ്മൈൽസ് സ്വീറ്റ്ലി. ബേബി നന്നായിട്ട് നല്ല സ്വീറ്റായിട്ട് ചിരിക്കുന്നു. ഇവിടെ എല്ലാം എന്ത് തന്നെയാണ്? ഇവിടെ എല്ലാം വേർബാണ്. പോളിഷ്ഡ്, റൺസ്, സ്പീക്സ്, സ്മൈൽസ്. ഇതെല്ലാം ഇതിനെക്കുറിച്ചാണ് ക്വാളിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നത്. അതിന് പറയുന്ന പേരാണ് adverb. adverb എന്ന് പറയും. വെർബിനെ കുറിച്ച് മോഡിഫൈ ചെയ്ത് പറയുന്നതാണ് adverb. The next is preposition. Preposition is a word which is usually placed before a noun or a pronoun to show the relation to some other words in the sentence. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നമുക്ക് സിംപ്ലി പറയാം, ഒരു സെൻറ്റൻസിലെ ഇസ് എ വേർഡ് യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ടു വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. രണ്ട് വേർഡ്സിനിടയ്ക്ക് അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. അതർവൈസ് വി ക്യാൻ സേ ഇറ്റ്സ് എ വേർഡ് യൂസ്ഡ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ഓർ പ്രോനൗൺ. പ്രോനൗണിനോ നൗണിനോ ഇടയ്ക്ക് ടു ഷോ ദ റിലേഷൻ. അതാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ മെയിനായിട്ട് പ്രിപ്പോസിഷൻ എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറയാം. ഐ പുട്ട് ഇറ്റ് ഇൻ ദ ബോക്സ്. അതിൽ ഇൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. അടുത്തത് ഹീ ഈസ് കമ്മിങ് ബൈ ബസ്. അവൻ ബസ്സിലാണ് വരുന്നത്.
ബൈ എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രിപ്പോസിഷൻ. ലക്ഷ്മി ഈസ് വെരി ആംഗ്രി വിത്ത് യു. അവിടെ വിത്ത് എന്ന് പറയുന്നതാണ് പ്രിപ്പോസിഷൻ. അതർ പ്രിപ്പോസിഷൻസ് ആർ ഓൺ, ഇൻ, എബൌട്ട്, എബവ്, ഓഫ്, ഫോർ, അറ്റ്, ഇൻറ്റു, എക്സെട്ര. നമ്മുടെ പഠിക്കുന്ന കൂട്ടത്തിൽ ഇഷ്ടംപോലെ പ്രിപ്പോസിഷൻസ് നമ്മൾ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രിപ്പോസിഷന് എക്സാമ്പിൾസ്. ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് conjunction. Conjunction is a word which joins together sentences or words. സെൻറ്റൻസസിനെ യോജിപ്പിക്കാൻ അല്ല വേർഡ്സിനെ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ് കൺജങ്ഷൻ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓർ, ദോ, ദാറ്റ്, ബിക്കോസ്, എക്സെട്ര. എക്സാമ്പിൾ നമുക്ക് പറയാം, ദ ഗവർണർ കെയിം ആൻഡ് ഇനാഗുറേറ്റഡ് ദ ഫങ്ഷൻ. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് ഇത് രണ്ട് സെൻറ്റൻസായിട്ട് ദ ഗവർണർ കെയിം, ഹി ഇനാഗുറേറ്റഡ് ദ ഫങ്ഷൻ. ഇപ്പോൾ രണ്ട് സെൻറ്റൻസായിട്ട് എഴുതുന്നതിന് പകരം നമുക്ക് ഒന്നിച്ച് എഴുതാം, ദ ഗവർണർ കെയിം ആൻഡ് ഇനാഗുറേറ്റഡ് ദ ഫങ്ഷൻ. അതുപോലെ ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ബട്ട് കുഡ് നോട്ട് പാസ് ദ ടെസ്റ്റ്. അതും ഇതുപോലെ രണ്ട് സെൻറ്റൻസായിട്ട് എഴുതാം. നമുക്കതിനെ കണക്ട് ചെയ്തേക്കുന്നതാണ്. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ്, ഹി കുഡ് നോട്ട് പാസ് ദ ടെസ്റ്റ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ചേർത്ത് രണ്ട് സെൻറ്റൻസിനെ ജോയിൻ ചെയ്തിരിക്കുന്നു. അതാണ് കൺജങ്ഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ ഈസ് എ വേർഡ് ഓഫ് എക്സ്ക്ലമേഷൻ. നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടിട്ടുള്ള സെൻറ്റൻസസ് ഇല്ലേ, അതിനകത്ത് എക്സ്ക്ലമേഷൻ എഴുതുന്ന ആ വേർഡ് ഒരു വേർഡായിട്ട് ചിലപ്പം വരും. നമ്മൾ പെട്ടെന്ന് സ്ട്രോങ് ഫീലിംഗ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. അത് എക്സ്ക്ലമേഷൻ വേർഡ്സാണ്. അതായത് അത് എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ സഡൻ ഫീലിങ്സ് ഓർ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയുന്നതാണ്. എക്സാമ്പിളാണ് ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇറ്റ് ഈസ്. എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ പറയില്ലേ ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഇറ്റ് ഈസ്. അവിടെ ഓ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നുണ്ടാകുന്ന ഫീലിംഗ് ആണത്. പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ പറയുന്നതാണ്. അലാസ് കഷ്ടമായിപ്പോയി, ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ്. അവിടെ അലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻ്റർജെക്ഷൻ. അടുത്തത് ഹുറേ, വി ഹാവ് എ ഹോളിഡേ ടുമോറോ. ഭയങ്കര സന്തോഷം വരുമ്പോൾ ഹുറേ പറയും. പിന്നെ അതന്നെ അതുപോലെയുള്ള മറ്റ് ഇൻ്റർജെക്ഷനാണ് ഹലോ, ഹഷ്, എക്സെട്ര. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് എനിക്ക് തോന്നുന്നു. ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും ഒരു നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.